ഈ നോൺ വെജ് നിർത്തിയിട്ടും യൂറിക് ആസിഡ് കുറയാത്ത ഒരുപാട് ആളുകളെ നമ്മൾ ക്ലിനിക്കിൽ കാണാറുണ്ട്. ഇവർ ഈ യൂറിക് ആസിഡും അതുപോലെ തന്നെ ഈ വെയിറ്റ് ഒക്കെ കുറയാനായിട്ട് വളരെയധികം കായിക അധ്വാനം, അതായത് വർക്കൗട്ട്, ജിമ്മിൽ പോയി വളരെ ഹൈ ആയിട്ട് ഇന്റൻസിറ്റി വർക്കൗട്ടുകൾ അവർ ചെയ്യുന്നുണ്ട്. ഈ നോൺ വെജ് മാത്രമല്ല നമുക്ക് യൂറിക് ആസിഡ് കൂടുന്നതിന്റെ കാരണം. ഇങ്ങനെയുള്ള വളരെ സ്ട്രീനിയസ് ആയിട്ടുള്ള കായിക അധ്വാനവും യൂറിക് ആസിഡ് കൂടാനുള്ള ഒരു പ്രധാന കാരണമാണ്. എങ്ങനെയാണ് ഈ എക്സസൈസ് ചെയ്യുമ്പോൾ യൂറിക് ആസിഡ് കൂടുന്നത് വെച്ചാൽ, പൊതുവെ നമ്മുടെ മസിൽസിൽ ഈ അഡിനിൻ ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട്, അതായത് കുറച്ച് എനർജി മോളിക്യൂൾസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ മസിൽസ് വളരെയധികം സ്ട്രെസ്സിൽ പോകുമ്പോൾ, അതായത് ഈ ഭയങ്കരമായിട്ട് കായിക അധ്വാനം കൂടുമ്പോൾ, ഭയങ്കരമായിട്ട് നമ്മൾ ഹൈ ഇന്റൻസിറ്റിയിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഈ മസിൽസിന് ഒരു സ്ട്രെസ് ഫീൽ ചെയ്യും. നമ്മുടെ ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ട് ചെയ്യുമ്പോൾ ഈ മസിൽസിലുള്ള എനർജി വളരെയധികം ഫാസ്റ്റിൽ ഇല്ലാതാവുകയും നമ്മുടെ പ്യൂറിൻ മെറ്റബോളിസം വളരെയധികം കൂടുതലാവുകയും ചെയ്യും. അപ്പൊ ഈ പ്യൂറിൻ മെറ്റബോളിസത്തിന്റെ ബാക്കിയായി വരുന്ന ബൈ പ്രോഡക്റ്റുകളാണ് ഈ യൂറിക് ആസിഡ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ യൂറിക് ആസിഡ് കൂടുകയും ചെയ്യുന്നത്. അപ്പൊ ഈ യൂറിക് ആസിഡിന്റെ പ്രശ്നമുള്ളവർ അല്ലെങ്കിൽ യൂറിക് ആസിഡിന്റെ മെഡിസിൻ കഴിക്കുന്നവര് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് മസിൽസിനെ ഒരുപാടായി സ്ട്രെസ് ചെയ്യുന്ന വർക്കൗട്ടുകളൊക്കെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്.